ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ രാവിലെയൊക്കെ എണീറ്റിട്ട് ഞാനിങ്ങനെ ഇരിക്കുവാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിമ്മിലെ എൻ്റെ ജിമ്മ് മൈ ജിമ്മിലെ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ് കേട്ടോ. എൻ്റെ ഈ ഒരു ഓണത്തിലെ ഫസ്റ്റ് ഓണം സെലിബ്രേഷനാണ്. ഇനി കോളേജിൻ്റെ ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇന്ന് നമ്മുടെ മൈ ജിമ്മിലെ ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം നമുക്ക് ബ്രഷൊക്കെ ചെയ്ത് കുളിച്ച് റെഡി ആയിട്ട് വേഗം സുന്ദരി കുട്ടിയാവാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എൻ്റെ ജിമ്മിലെ ഓണം സെലിബ്രേഷൻ വ്ളോഗായിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ബ്രഷൊക്കെ ചെയ്തിട്ട് വേഗം കുളിച്ചിട്ട് വരാം. എന്നിട്ട് ഞാൻ ഫുഡൊക്കെ കഴിക്കാം. എല്ലാവരും ബ്രഷ് ചെയ്തതിന് ശേഷമാണല്ലോ ഫുഡ് കഴിക്കാം. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അഗാരോൻ്റെ ഇലക്ട്രിക് ബ്രഷാണ് കേട്ടോ. ഞാനിതിപ്പോൾ കുറച്ചധികം മാസങ്ങളായിട്ട് ഞാൻ ഇലക്ട്രിക് ബ്രഷാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്നത് അഗാരോൻ്റെ ഇലക്ട്രിക് ബ്രഷാണ് കേട്ടോ. സോ വേഗം ബ്രഷ് ചെയ്തിട്ട് വരാം. സുന്ദരി കോത റെഡി ആയിട്ടുണ്ട്. നല്ല ചന്തണ്ടല്ലേ. ഇതേപോലത്തെ ഇല്ലേ നമുക്ക് വാവ കുട്ടിക്കും കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഡാൻസ് കളിക്കാം. ഡാൻസ് നല്ല ഒരു ടോപ്പിന് നമുക്ക് എങ്ങനെ സ്റ്റൈൽ ചെയ്യാന്ന് അറിയാം. ഇത് ഷോർട്ട് ടോപ്പ് ആയിട്ട് നമുക്ക് പാലാസോ പാന്റ് അതേപോലെ സ്റ്റൈൽ ചെയ്യാം. ആൻഡ് ഈ ഒരു പാന്റ് നമുക്ക് വേറെ രീതിയിൽ സ്റ്റൈൽ ചെയ്യാം. ഈ ഒരു ഷാൾ നമുക്ക് വേറെ ടോപ്പിനൊപ്പം ഇത് നമുക്ക് ഇങ്ങനത്തെ ഒരെണ്ണം അടിച്ച് സ്റ്റിച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് രീതിയിൽ സ്റ്റൈൽ ചെയ്യാം. നമ്മളിവിടെ ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങി അവിടെ തുടങ്ങും ആളെ അരയ്ക്കാൻ കുറെ നേരം പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ ഒന്നും കൂടി നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇവിടുന്ന് പറഞ്ഞോ പറയാനുള്ളതൊക്കെ ആദ്യം തൊട്ട് ഇപ്പൊ നമ്മൾ ഈ സ്റ്റൈൽ ചെയ്യാന്ന് പറഞ്ഞില്ലേ, ഈ ഡ്രസ്സില്ലേ നമ്മൾക്ക് ഇതുപോലെ ഒന്ന് വാവക്കുട്ടിക്കും ഒന്ന് ഒരു ടോപ്പ് എടുക്കണം കേട്ടോ. അപ്പൊ പിന്നെ രണ്ടാൾ കൂടി ഒരുമിച്ച് ഡാൻസ് കളിക്കാം. ഓക്കെ, പഞ്ചാബി സ്റ്റൈൽ. അതെ അതെ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് നമ്മളെ വീടിന് അടുത്ത് തന്നെയുള്ള ഒരു കാര്യം. സെലക്ട് ചെയ്തത് മമ്മിക്കുട്ടി. ഞാൻ എല്ലാ ക്രെഡിറ്റ് മമ്മിക്ക് തരാറില്ല. മമ്മി ചെയ്തത് എന്നാ ഉണ്ണി ക്രെഡിറ്റ് എടുത്തോ? ഞാൻ തന്നിരിക്കണു. അങ്ങനെയല്ല, ദാനം. ശരിക്കും ആർക്കാ ക്രെഡിറ്റ്? ഉണ്ണി ഡിസൈനൊക്കെ ഉണ്ണിയാണ് കാണിച്ചു തന്നത്. ക്ലോത്ത് അവള് പോയി ഇവിടെ കാണിച്ചു. ഞാൻ വേണ്ട പറഞ്ഞ ഉണ്ണി എടുക്കില്ലായിരുന്നു. അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പോയ ഉടനെ ഉണ്ണി തന്നെയാണ് എല്ലാം. പക്ഷെ ഫൈനൽ ടച്ച് എന്റെ കൈകാര്യം. ഫൈനൽ ടച്ച് വരുന്നു. ഈ ഡ്രസ് ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? പറയുമ്പോ എല്ലാം പറയണം. ഹലോ, ഞാൻ വരുന്നേ ഉള്ളൂ. ഇല്ല എന്തേ? ഓക്കെ. പിന്നെ മറ്റേ ചോട്ടുണ്ട് നിന്റെ അടുത്ത്. ചോട്ടുവിനത് എനിക്ക് പാസ് തന്നിട്ടില്ല. അതെയോ? ഓക്കെ ഓക്കെ ശരി. ഓക്കെടാ, ബൈ ബൈ. ഓക്കെടാ. വെക്കൊന്ന് ചോട്ടൊന്ന് കടലാസ് കൊണ്ട് വെട്ടിണ്ടാക്കിയതോ? ഇതിപ്പോ നമ്മള് പറഞ്ഞപ്പോ തിരുവില്ലാമലയില് നമ്മുടെ ജിമ്മുണ്ട്, നമ്മുടെ ഇവിടെയും ജിമ്മുണ്ട്. ആദ്യം ഒരു ജിമ്മ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണത്തിന് പറഞ്ഞ ഒരു ജിമ്മിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പറഞ്ഞ 2 ജിമ്മും ആയതുകൊണ്ട് ഈ മഴയുടെ എന്തോണം സെലിബ്രേഷൻ ഓഡിറ്റോറിയത്തിലാണ്. അതുകൊണ്ട് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് സദ്യ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കുഞ്ഞ് പാസ് എടുത്തിട്ട് വേണം നമ്മൾ കയറാൻ വേണ്ടിട്ട്. വീണ്ടും വാ. അപ്പൊ ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് മൈൻഡിൽ ഓർമ്മയുണ്ടായിരുന്നു ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ക്ലോത്ത് ഒക്കെ വേണം എന്നുള്ളത്. ഞാൻ ഓൾറെഡി റെഫറൻസ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷോപ്പിൽ പോയപ്പോ എനിക്ക് പോയ ഉടനെ തന്നെ എന്റെ കണ്ണിൽ സ്ട്രൈക്ക് ചെയ്ത് ഈ 2 ക്ലോത്തും. അപ്പൊ ഫൈനലായിട്ട് ഞാൻ മമ്മിയോട് ചോദിച്ചു, മമ്മി ഇത് ഓക്കെ ആണോ, ഇത് രസം ഉണ്ടാവും അടിച്ചാന്ന് പറഞ്ഞു. അപ്പൊ മമ്മി പറഞ്ഞു ഓക്കേടെ നന്നായിട്ടുണ്ട് പറഞ്ഞു. നന്നായിട്ടില്ലെന്ന് മമ്മി പറഞ്ഞിരുന്നില്ലായിരുന്നു. എടുക്കില്ല. അത് പോട്ടെ, സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം ഇത് എന്തത്? ഹലോ, ഇതാ ചേച്ചി വന്നോണ്ടിരിക്കുക ദീപക്കായിട്ട്. ഓക്കെ 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 വന്നിട്ട് ശരി. വേണ്ടോയ്. അപ്പം ഇന്നലെ അടിച്ചു വന്നപ്പോൾ അതിവിടെ ഒരുമാതിരി ആയിട്ട് ഇന്നലെ കുറച്ചിവിടെ അടിച്ചത് സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ വീടിനടുത്തുള്ള ഒരു ചേച്ചി അടിച്ചതാണ്, സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പൊ നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറച്ച് ടൈറ്റ് ആയിരുന്നു അതൊക്കെ. പക്ഷെ ഇപ്പൊ പെർഫെക്റ്റ് ആയിട്ട് അത് പറഞ്ഞു. ആദ്യം അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല ഇത് പറഞ്ഞിട്ട് ഇവിടെ ഇന്നത് ചെയ്ത ശരിയാന്ന് പറഞ്ഞിട്ട് ശരിയെ കൊടുത്ത ഞാനാ. ഒന്നുമില്ല വെച്ചാൽ ഞാനൊരു ഫാഷൻ ഡിസൈനർ അല്ലേ. അതിന്റെ ഇത് കാണിക്കണ്ടേ? ഉണ്ണിക്ക് മനസ്സിലായിണ്ടായിരുന്നു ആ ഫോൾട്ട്
എന്ത് ചെയ്യണം കംഫർട്ട് ഉണ്ടായിരുന്നു, പക്ഷെ മാറ്റേണ്ടത് എനിക്കറിയില്ലായിരുന്നു. ഇപ്പൊ ഇത് മാറ്റിയ കൊളാവോ, കാരണം ഇവിടേക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു. ഇപ്പൊ ഒന്നും കൂടി ഭംഗി. പിന്നെ അതുപോലെ ചെസ്റ്റിന്റെ അവിടെയൊക്കെ അത് ഭയങ്കര ടൈറ്റ് ഒക്കെ ആയിരുന്നു, അതൊക്കെ നമ്മൾ കറക്റ്റ് ആക്കി. ഓക്കെ, എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് ദീപക്കേട്ട് കയറമ്പാറ വരാന്നാണ് കേട്ടോ പറഞ്ഞത്. പക്ഷെ ഇവിടെ നല്ല മഴയാണ്. ഞാൻ കയറമ്പാറ വരെ എങ്ങനെ പോകുന്ന ഒരു ഐഡിയ ഇല്ല, വഴി അറിയില്ലല്ലോ. ചോദിച്ചു നോക്കട്ടെ എന്നാ. ഒരു ഡാൻസ് കളിക്കാൻ നോക്കട്ടെ. വാവുകുട്ടി അവിടെ വയറ് വെച്ച് കിടക്കുമ്പോ തന്നെ നിനക്ക് ഡാൻസ് കളിക്കണല്ലേ. വാവോട് പറ നോക്കട്ടെ, വാവുകുട്ടിയോട്. വാവുകുട്ടിക്ക് ഇന്നലെ ഈശ്വര, ഞാൻ കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ആ കുട്ടിക്ക് ഇത്രയും ഒരു പ്രശ്നം കേട്ടോ ഇല്ലേ. അതെ, ഇത്രയും കുറെ കാലങ്ങൾക്ക് ശേഷമാണ് വാവുകുട്ടിക്ക് ഇത്രയും ഒരു പ്രശ്നം ഇല്ലേ, ഒരു വയ്യായ ഉണ്ടായത്. കാരണം ആ കുട്ടി ഇന്നലെ കിടന്ന് പൊരിഞ്ഞേക്കണു. ആ കുട്ടി ഇന്നലെ കിടന്നിട്ട് വേദനിച്ചിട്ട് കിടന്ന് പാവം ഇല്ലാണ്ടായിരിക്കണു അല്ലേ. എന്നിട്ട് ഞങ്ങള് രാത്രി അങ്ങോട്ട് കൂട്ട കരച്ചിലും പ്രാർത്ഥനയായിരുന്നു. കാരണം എനിക്ക് അവളുടെ കരച്ചിലാണ് എനിക്കും കൂടി കരച്ചിൽ വരും. അപ്പൊ ഞാൻ പറഞ്ഞു മാറ്റി കൊടുക്കണേ. ഞാനും കരഞ്ഞു പ്രാർത്ഥിച്ചു. അവളെ ആശുപത്രിക്ക് കൊണ്ടുപോകാനൊക്കെ പറഞ്ഞു. പിന്നെ അതങ്ങോട്ട് ഒരു ശീലാവി. അതുകൊണ്ടാണ് പിന്നെ നമ്മളങ്ങോട്ട് എന്താ പറയാ, അങ്ങോട്ട് കൊണ്ടുപോയി. അല്ല, അങ്ങോട്ട് പ്രാർത്ഥിച്ചു മാറ്റി. അങ്ങനെ അവൾ ഉറങ്ങി. ഓക്കെ, എന്നാ പോയിട്ട് വായോട്ടാ. മമ്മി എനിക്ക് സ്നേഹപൂർവ്വം കയ്യിൽ വാളയൊക്കെ ഇട്ടിട്ടാണ്. ഇത് കേടെടുത്തണ്ട ഞാൻ ഞണക്കും. വേണ്ടടി, ഞാൻ ഞണക്കും. മോതിരം വേണ. അപ്പൊ കൊടയില് മാവേലി ഇവിടെ നിൽക്കുന്നുണ്ട്. അവരിനെയും കാത്തിട്ട് അവര് വണ്ടി തിരിക്കാൻ വേണ്ടി പോയിരിക്കുക കേട്ടോ. നമ്മളിവിടെയൊക്കെ കുറച്ച് പണി നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് കയറ്റാൻ വേണ്ടി പറ്റില്ലല്ലോ. ഗേറ്റ് തുറന്നു കൊടുത്താൽ മതിയായിരുന്നു. തിരിക്കാൻ പറ്റുന്നുണ്ടോ? അതവര് ഉഷാന്റിനെ ഒന്ന് വിളിച്ചിട്ട് മറ്റേ ആ ഗേറ്റ് തുറക്കാൻ പറഞ്ഞാലോ. ഇപ്പൊ ഉഷാന്റെ അവിടെ ഇല്ലേ? പറ്റുണ്ടോ? അതെ. ഹായ് ഗൈസ്, ബ്ലോഗ്. സോ ഇവിടെ എല്ലാവർക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പരിചയപ്പെടുത്തി തരാം. എൻ്റെ 10th ബെസ്റ്റിയാണ്. കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു. ഏട്ടാ, ദീപക്കേട്ടാ ഹായ് പറയൂ. ഞാൻ ഞങ്ങളുടെ ജിമ്മിലെ ലുക്കൻ മസിലനുസരിച്ചു. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഇപ്പം തിരുവാതിരക്കളി തിരുവാതിരക്കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങോട്ട് ഞങ്ങൾ കയറിയിട്ടേ ഉള്ളൂ. ഇവൾക്ക് പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവളങ്ങനെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മൾ കറക്റ്റ് ഇവിടെ ഇറങ്ങുന്ന ടൈമിലാണ് ഞങ്ങൾ കയറുന്നത്. അതുകൊണ്ട് പാട്ട് കിട്ടിയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ പുഷപ്പ് അടിക്കണ മത്സരമാണ്. അപ്പോൾ നമ്മുടെ ദീപക്കേട്ടൻ പോയിട്ടുണ്ട്. 4, 5, 6, 7, 8, 15, 16, 17, 18. അങ്ങനെ കുറച്ച് ഡാൻസ് പ്രോഗ്രാംസും തിരുവാതിരക്കളിയും കുറേ ചാലഞ്ചസൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ അതൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായി. അപ്പോഴത്തേനും നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. നമുക്ക് സദ്യയായിരുന്നു. അങ്ങനെ 2 തരം പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ദീപക്കേട്ടനൊക്കെയാണ് ഗൈസ് വിളമ്പി കൊടുക്കുന്നത്. അപ്പോൾ ഫുഡ് അടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഫുഡൊന്ന് ദഹിക്കാൻ വേണ്ടിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗെയിംസൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ഓക്കെ ഗൈസ്, ഇവിടെ ഫുഡ് അടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്ക് അങ്ങനെ ഒരുപാട് വ്ളോഗ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇപ്പോൾ ഇത്രയും നേരം ഉള്ളിൽ സ്റ്റേജ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാം അല്ല, ഇപ്പോൾ ഔട്ട്ഡോറിൽ നമ്മൾ ഉറിയടി, വടംവലി അങ്ങനത്തെ ഗെയിംസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ ജിഷ്ണേട്ടൻ്റെ സൗണ്ട് കേട്ടോ. ഗൈസ്, ഉറിയടിയാണ് ഫസ്റ്റ്.
അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ ഒരു പരിപാടിയിൽ പാർട്ടിസിപ്പേറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ ഗേൾസിൻ്റെ പുഷപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം പുഷപ്പൊക്കെ ചെയ്യണതാണ്. പക്ഷേ ജിഷ്ണേട്ടൻ വിളിക്കുകയും കൂടിയും ചെയ്തു, നീ ഇത് എവിടെയെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിനും കൂടി ഞാൻ മടിച്ചിട്ട് ഞാൻ പോയില്ല. അപ്പോൾ അവിടെ എല്ലാവരും കൂടി എന്നോട് പറഞ്ഞു ഉറി അടിക്കാൻ പോകും, നീ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ ഉറി അടിക്കാൻ വേണ്ടി വിട്ടാക്കിയിരിക്കുകയാണ്. ഞാനാണെങ്കിൽ എന്നുമില്ലാത്ത കണ്ണിൻ്റെ അടിയിലും മസ്കാരൊക്കെ എഴുതിയിട്ടാണ് പോയത്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇതുണ്ടായിരുന്നു, ഈശ്വരത്തെ കണ്ണിൻ്റെ അടിയിലൊക്കെ പരക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. ജിഷ്ണേട്ടനാണെങ്കിൽ ഒറ്റക്കെട്ടിൽ എന്നെ ആള് മുറുക്കി. എനിക്കാണെങ്കിൽ ഒന്നും കാണാനുണ്ടായിരുന്നില്ല കേട്ടോ, ഇരുട്ട് പോലും എനിക്ക് കാണാനുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് ടൈറ്റ് ആയിരുന്നു. ഐ മീൻ നല്ല രസമായിരുന്നു കേട്ടോ. ചുറ്റിനും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് സൗണ്ട് കേൾക്കാനുണ്ട്, പക്ഷെ ഒന്നും എനിക്ക് കാണാനില്ല. എനിക്ക് ആ ഉറി അടിക്കണേക്കാട്ടിലും എനിക്ക് എക്സ്പീരിയൻസ് ആയത് ഞാൻ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യായിരുന്നു കേട്ടോ സ്ഥലം. വടി പിടിച്ച് ഭയങ്കരമായിട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. എനിക്ക് ആ ഉറി അടിക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര രസമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ഞാൻ ഗിവ് അപ്പ് ചെയ്തു ഗൈസ്, എനിക്കത് പറ്റുന്നില്ല, കാരണം ഒന്നും കാണുന്നില്ല. നമുക്ക് കാണുവാണെങ്കിൽ എങ്ങനെയൊക്കെ അത് അടിക്കായിരുന്നു, പക്ഷെ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ പോകണമെന്ന് വിചാരിച്ചതല്ലായിരുന്നു. ഇവരെല്ലാവരും കൂടെ നീതു എന്ന് പറഞ്ഞിട്ട് എന്നെ ഉന്തിയിടുക. അപ്പോൾ ജിഷ്ണേട്ടൻ വിളിച്ചു, ആ നീതു മൈക്കിലല്ലേ ജിഷ്ണേട്ടൻ വിളിക്കുന്നത്, അപ്പോൾ വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പോയതാണ്. ഞാൻ പിന്നെ വിചാരിച്ചു ഞാൻ ഒന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെ ഉറിയെങ്കിലും അടിച്ചിട്ട് എനിക്കൊരു ട്രോഫി കിട്ടണം, അങ്ങനത്തെ രീതിയിൽ പോയതാണ്. പക്ഷെ അതും പാളിപ്പോയി ഗൈസ്. അവർ എനിക്ക് വേണ്ടി നല്ല രീതിയിൽ ഉറി താഴ്ത്തിയൊക്കെ തരുന്നുണ്ട്, പക്ഷേ എന്നാലും ഞാനത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, കാരണം എനിക്കൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇവരെല്ലാവരും നല്ല രീതിയിൽ എന്നെ കൺഫ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പുറത്തെ കുട്ടിയോട് പറയുക ലെഫ്റ്റിൽ പോകുന്നു, ഇപ്പുറത്തെ ആൾക്കാർ പറയുക റൈറ്റിൽ പോകുന്നു. ചില ആൾക്കാർ എന്നെ റോങ്ലി ഗൈഡ് ചെയ്യാണ്, ചില ആൾക്കാർ എന്നെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് എല്ലാം കൂടെ ആയിട്ട് കൺഫ്യൂഷനായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വെറുതെ തേരാപ്പാര നടന്നു വന്നിട്ട് 2 വീശി, പക്ഷേ ഉറിയിലെല്ലാം തട്ടിയത് വളരെ സന്തോഷം. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന കഴിഞ്ഞാൽ 2-3 വട്ടം കാണാൻ പറ്റിയില്ല, വരെ ഉറിയായിട്ട് കാണാൻ പറ്റത്തില്ല, പക്ഷേ എന്നാലും ഒരിത് പറയാമല്ലോ എനിക്ക്. Ready? Ready? Let's go. Set. Tight ചെയ്യ വലിക്കാൻ തുടങ്ങരുത്. Set. Go. ഇവിടെ വടംവലി നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവില്ലാമലയിലെ ജിമ്മും നമ്മുടെ ജിമ്മും കൂടിയിട്ടാട്ടോ കോമ്പറ്റീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡ് അവർ, ഒരു സൈഡ് ഞങ്ങൾ, അങ്ങനത്തെ രീതിയിലാണ് കോമ്പറ്റീറ്റ് ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാനിവിടെ ഇരിക്കുന്നു, ഞങ്ങളിവിടെ പെട്ടി ഞങ്ങളൊരു ഇത് സൗണ്ട് ബോക്സ് ഇല്ലേ, സൗണ്ട് ബോക്സിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഞങ്ങൾ കാണാറ്, കാരണം താഴെ ഇരിക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇതിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ പിന്നെ എനിക്ക് ഒരുപാടൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ മോസ്റ്റ്ലി അവിടെ എല്ലാത്തിനും കോപ്പിറൈറ്റ് വരുന്ന പാട്ടുകൾ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് വ്ളോഗ് ഒട്ടും തന്നെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല കേട്ടോ, അപർണ ചേച്ചിയിൽ ഞാൻ ഫോൺ കൊടുത്തിരിക്കുകയായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.